ഇന്നത്തെ ടെക് റിവ്യൂ ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇതാണ് ഔറ റിംഗ് ജനറേഷൻ 3. ഇത് കാണുമ്പോൾ ഒരു സാധാ റിംഗ് ആണ്, പക്ഷേ ഇത് നമ്മുടെ വിരലിൽ ഇരുന്നുകൊണ്ട് തന്നെ കുറേ ഹെൽത്ത് മെട്രിക്സ് അതേപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് ട്രാക്ക് ചെയ്യും. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വിരലിലുള്ള ഒരു സ്മാർട്ട് റിംഗ് ആണ്. ഇനി എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് നെക്സ്റ്റ് ബിഗ് ടെക് എന്താണെന്ന്. ഓക്കെ, ഇപ്പോൾ ഫോൺസൊക്കെ അടിപൊളിയായി ഏറ്റവും നല്ല ക്യാമറയും കുറേ ബാറ്ററി നല്ല പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യും, നല്ല ഗെയിംസും കളിക്കാൻ പറ്റും. ഇനി വാച്ചിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആപ്പിൾ വാച്ച് ആയിക്കോട്ടെ വേറെ വാച്ചുകളൊക്കെ ദിവസങ്ങൾ ലാസ്റ്റ് ചെയ്യുന്ന ബാറ്ററി ഉണ്ട്, ഫോൺ വിളിക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഇനി എന്താണ് പുതിയൊരു ടെക് ഡിവൈസ്? ഇപ്പോൾ വിഷൻ പ്രോ പോലത്തെ വേറൊരു ഫീൽഡിൽ പോകുന്ന സാധനങ്ങളുണ്ട്. അതുപോരാതെ റിംഗ് ഒരു നല്ല സ്കോപ്പുള്ളൊരു മാർക്കറ്റാണ്. ഇനിയുള്ള കാലത്ത് സ്മാർട്ട് റിംഗ് നല്ല പോപ്പുലർ ആവാൻ ചാൻസ് ഉണ്ട്. 2-3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് കാര്യം, ഇത് ഡിസ്ട്രാക്ട് ചെയ്യില്ല. നമ്മൾ വാച്ചോ ഫോണോ ഇടുന്ന പോലെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യില്ല. ഇത് അവിടെ നിന്നിട്ട് അതിനെ പണി ചെയ്തോളും, നമുക്ക് നോട്ടിഫിക്കേഷനോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും അറിയിക്കില്ല. സെക്കൻഡ് കാര്യം, ഇപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാവരും അവരുടെ സ്ലീപ്പ് ലൈഫ് ആൻഡ് അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉറങ്ങണം, നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കണം, അതൊക്കെ ട്രാക്ക് ചെയ്യാനും അത് കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതിനുവേണ്ടി എന്താണെങ്കിലും ഹെൽപ്പ് ചെയ്തൊരു ഡിവൈസാണിത്. ഞാനിത് ആക്ച്വലി 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, എൻ്റെ സ്ലീപ്പ് ക്വാളിറ്റി ആൻഡ് സ്ലീപ്പ് എങ്ങനെ ചെയ്യുന്നു, എൻ്റെ എഫിഷ്യൻസി ഒക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് താങ്ക്സ് ടു ദിസ് പ്രോഡക്റ്റ്. ഇനി നിങ്ങളുടെ സ്ലീപ്പും ലൈഫും ക്വാളിറ്റിയൊക്കെ ബെറ്റർ ആക്കണം, റിംഗൊന്നും ഇല്ലാതെ സ്മാർട്ട് ഡിവൈസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ്റെ സ്ലീപ്പിൻ്റെ വീഡിയോ പോയി ചെക്കൗട്ട് ചെയ്യുക. അത് അടിപൊളി വീഡിയോ ആണ്, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി സ്മാർട്ട് റിംഗ്സ് നെക്സ്റ്റ് ബിഗ് പ്രൊഡക്റ്റ് ആവാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പം സാംസങ്ങിൻ്റെ ഗാലക്സി റിംഗ് പുറത്ത് റിലീസായിട്ടുണ്ട്. ഇന്ത്യയിലെ വേറെ കുറേ കമ്പനീസ് ഉണ്ട്, അൾട്രാ ഹ്യൂമൺ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ റിംഗ്സ് ഇറങ്ങുന്നുണ്ട്. ചെറിയ റൂമേഴ്സ് ഉണ്ട് ആപ്പിളും അവരുടെ റിങ്ങിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം ഇനി വരുന്ന കാലത്ത് നമുക്ക് സ്മാർട്ട് ഹെൽത്ത് ഡിവൈസസ് കാണാൻ പറ്റും. അതിൽ റിംഗ് ഒരു വലിയ പ്ലെയർ ആയിരിക്കും എനിക്ക് ഉറപ്പാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫുൾ ടെക് റിവ്യൂയിലേക്ക് പോകാം. ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്കുണ്ടായ ബെനിഫിറ്റ് കാര്യമുണ്ടോ, വേറെ എന്തൊക്കെയാണ് ട്രാക്ക് ചെയ്യാമെന്ന് മൊത്തം കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഫസ്റ്റ്ലി ഈ റിങ്ങിന് ഏകദേശം 25,000 വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരാം. 25,000 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ റിങ് കിട്ടും. ഫസ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ ഈ റിങ് ഇന്ത്യയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. ഓൺലൈൻ അവൈലബിൾ ആണ്, പക്ഷേ ഇന്ത്യയിലേക്ക് നിങ്ങൾക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അമേരിക്കൻ കൺട്രീസ്, യൂറോപ്പ് അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലേക്ക് കൊണ്ടുവരാം. എന്നാൽ അവരോട് ആരെങ്കിലും കൊണ്ടുവരായിരിക്കാൻ പറയണം. ഇതിൻ്റെ പർച്ചേസിങ് അത്യാവശ്യം രസകരമായ പ്രോസസ്സാണ്, നമ്മൾ വിചാരിക്കാത്ത പോലെയാണ്. റിങ്ങിൻ്റെ സൈസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം റിങ് അയക്കുന്നതിന് മുമ്പ് അവരൊരു സൈസിങ് കിറ്റ് അയച്ചു തരും. അപ്പോൾ അതിൽ കുറേ സൈസ് ഉണ്ടാവും പ്ലാസ്റ്റിക്കിൽ വെച്ചിട്ട്. അത് നമ്മുടെ വിരലിൽ ഇട്ട് വെക്കുന്നു. 1-2 ദിവസം നമ്മൾ പ്രോപ്പറായി ഇട്ട് വെക്കുന്നു, കാരണം ഇത് ലോങ് ടേം ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പം അത് ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസിലുള്ള റിങ് അവർ കറക്റ്റ് അയച്ചു തരും. ഇനി റിങ് നിങ്ങൾക്ക് ഈ കാണുന്ന കൺട്രീസിനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, അവരുടെ അടുത്ത് മേടിപ്പിക്കാം. ഇനി 25,000 രൂപ കൊടുത്തത് മാത്രമായില്ല, ഈ സംഭവം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഔറ റിങ്ങിൻ്റെ മെമ്പർഷിപ്പ് എടുക്കണം. ഓക്കെ, മെമ്പർഷിപ്പ് എടുത്താലേ നമുക്ക് പ്രോപ്പറായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ വേസ്റ്റാണ്. മെമ്പർഷിപ്പ് എത്ര വരും? മാസം 500 രൂപ മുതൽ 600 രൂപ വരെ വരും. ഓക്കെ, അപ്പോൾ USD-യിലാണ് വരുന്നത്. അപ്പം 500 രൂപയാണ് വെബ്സൈറ്റിൽ എനിക്ക് കാണിക്കുന്നത്, പക്ഷേ എൻ്റെ ചാർജ് ചെയ്ത് കാർഡിലേക്ക് ആയി വരുമ്പോൾ തന്നെ 600 രൂപയാണ് ബില്ലിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ സാധനം, ഈ കുഞ്ഞു സാധനം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. ഈ സബ്സ്ക്രിപ്ഷൻ മോഡൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ആൻഡ് ഈ ഡിവൈസിന് ശരിക്കും പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ടെക്നോളജി ആകാശത്തു നിന്നല്ലേ വരുന്നത്. ഇതിനുള്ളിൽ എല്ലാ സെൻസർ ഉണ്ട്, ഫോണിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് എല്ലാം ഡേറ്റ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ ചെയ്താലേ അവരിത് ഉപയോഗിക്കാൻ സമ്മതിക്കുള്ളൂ. സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ആപ്പ് തുറന്നാൽ ഇത്ര കാര്യങ്ങളെ കിട്ടുള്ളൂ. ആൻഡ് ഈ 2 കാര്യങ്ങളാണ് ഈ റിങ്ങിൻ്റെ മെയിൻ ഡൗൺ സൈഡ്സ്: പ്രൈസ്, അവൈലബിലിറ്റി ആൻഡ് സബ്സ്ക്രിപ്ഷൻ മോഡൽ. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല കാര്യത്തിലേക്ക് വരാം. നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിതിൻ്റെ സെൻസേഴ്സ്, വെയിറ്റ്, എക്സ്റ്റീരിയർ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് എടുക്കാം. ഈ റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ആക്ച്വലി 4 ഗ്രാമുള്ളൂ. ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മേലെ കുറച്ച് ഫ്ലാറ്റാണ്, അതേപോലെ ബാക്കിയുള്ള സർക്കുലർ. അപ്പോൾ ഉള്ളുന്ന സർക്കിളാണ്, മേലെ ഫ്ലാറ്റാണ്. ഈ മേലെ ഫ്ലാറ്റ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിരൽ അത് മേൽഭാഗമായിട്ട് വെച്ചിങ്ങനെ ഇടണം. ഓക്കെ, വെബ്സൈറ്റ് പറയുന്നത് നിങ്ങൾ ഇൻഡെക്സ് ഫിംഗറിൽ ഇടണമെന്നാണ്, പക്ഷേ ഞാൻ എൻ്റെ ഈ സെക്കൻഡ് ലാസ്റ്റ് ഫിംഗറിൽ ഇടുന്നു. ഓക്കെ, എനിക്ക് പൊതുവേ റിംഗ് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്ത ആളാണ്, ജീവിതത്തിൽ ഒരിക്കലും റിംഗ് ഇട്ടിട്ടില്ല. പക്ഷേ ഈ റിംഗ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 വർഷമായിട്ട് ഡേ നൈറ്റ് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ കുളിക്കുമ്പോൾ വരെ ഇടാൻ പറ്റും, കാരണം വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇതിൻ്റെ കംഫർട്ട് നെക്സ്റ്റ് ലെവലാണ്. നിങ്ങൾക്ക് കിട്ടുന്ന സൈസിങ് കിട്ടുന്നത് നിങ്ങൾ കറക്റ്റ് സെലക്ട് ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഈ റിങ് ഞാൻ ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും അതേപോലെ എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഇത് ഇടാറുണ്ട്. അപ്പോൾ ഉറങ്ങുമ്പോൾ മെയിനായിട്ട് ഇടണം, കാരണം എന്താണ്? നമ്മുടെ സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോരാതെ ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഇടാറുണ്ട്. അപ്പം വർക്കൗട്ട് ചെയ്യുമ്പം ഇത് നമ്മുടെ ഡംബലും അല്ലെങ്കിൽ ബാർബിലായിട്ട് ചെറുതായിട്ട് തട്ടും. അപ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചൊക്കെ വരും, പക്ഷേ അത്യാവശ്യം ഹാർഡ് മെറ്റീരിയലാണ്. ഇത് ടൈറ്റേനിയമാണ് എക്സ്റ്റീരിയർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ഇത്രയായിട്ടും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഉറങ്ങുമ്പം നിങ്ങൾ ഇതിട്ട പോലെ അറിയില്ല.
ഞാൻ ആപ്പിൾ വാച്ച് അൾട്ര ഉപയോഗിച്ചിട്ടുണ്ട്. അതിടുമ്പം ഒരു വലിയ വെയിറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അതും സ്ലീപ്പ് ട്രാക്ക് ചെയ്യും, പക്ഷേ ഇത്ര ആക്യുറേറ്റ് ആയിട്ടല്ല, പക്ഷേ ഭയങ്കര വലിയ വെയിറ്റ് നമ്മുടെ കയ്യിലുള്ള പോലെ. അതുപോലെ അത് വൂപ്പ് സ്ട്രാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വിരാട് കോഹ്ലിൻ്റെയും റൊണാൾഡോൻ്റെ കയ്യിലുള്ള ആ സംഭവം ഒരു ചെറിയ വെയിറ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് അൺകംഫർട്ടബിൾ ആ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അതേ സമയത്ത് റിംഗ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും അറിയില്ല, നല്ല സുഖമായിട്ട് ഉറങ്ങാം, കൈ എങ്ങനെ വേണമെങ്കിലും വെച്ച് ഉറങ്ങാം. ശരിക്കും എന്താണ് ഈ കുഞ്ഞ് റിംഗ് നമ്മുടെ വിരലിൽ നിന്ന് ട്രാക്ക് ചെയ്യുന്നത്? ഹാർട്ട് റേറ്റും മൂവ്മെൻറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സെൻസർ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മുടെ സ്ലീപ്പ് എങ്ങനെയുണ്ട്, നമ്മൾ എങ്ങനെ ഉറങ്ങുന്നുണ്ട്. ആൻഡ് ഇവരുടെ ഒരു പേറ്റൻറ്റഡ് സ്കോറൊക്കെ തരും. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്ലീപ്പ് സ്കോറൊക്കെ തരും. ചില ദിവസം എനിക്ക് 90 കിട്ടിയിട്ടുണ്ട്, ചില ദിവസം ഞാൻ വളരെ ലേറ്റായിട്ട് ഉറങ്ങി എനിക്ക് 14, 15 കിട്ടിയിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ ആപ്പിലാണ് കിട്ടുക. ആപ്പിലേക്ക് പോകുന്നതിന് മുമ്പേ എല്ലാം ഡേറ്റയും ആപ്പിലേക്ക് കിട്ടുക. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൽ എന്തൊക്കെ സെൻസർ ഉണ്ടെന്ന് നോക്കാം. ഇതിൽ വരുന്നത് ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് സെൻസ് ചെയ്യാൻ പറ്റുന്നത് അത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല, നമ്മുടെ വാച്ചിലൊക്കെ വരുന്നതാണ്. അതുപോലെ അത് ആക്സിലറോമീറ്റർ നമ്മൾ എത്ര നീങ്ങുന്നുണ്ടെന്ന്, അതേപോലെ SpO2 നമ്മുടെ ഓക്സിജൻ ലെവൽ ബ്ലഡിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്തും അതേപോലെ ബോഡി ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് നമുക്കൊരു റെഡിനെസ് സ്കോറും അതേപോലെ സ്ലീപ്പ് സ്കോറും തരും. അത് ഇവരൊരു പേറ്റൻറ്റഡ് സംഭവം. ബേസിക്കലി നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ ആപ്പിൽ ഒരു സ്കോർ വരും, നിങ്ങൾ എത്ര അടിപൊളിയായിട്ട് ഉറങ്ങിയെന്നും എത്ര എഫിഷ്യൻ്റായിട്ട് ഉറങ്ങിയെന്നും. അതുപോലാതെ ആ ഉറക്കം കൊണ്ട് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ റെഡിനെസ് എത്രയാണെന്ന് പറഞ്ഞുതരും. റെഡിനെസ് എന്ന് പറഞ്ഞാൽ ഈ ഓറ റിങ്ങിൻ്റെ ഒരു പേറ്റൻറ്റഡ് സ്കോറാണ്. ബേസിക്കലി നിങ്ങൾ എത്ര ഉഷാറാണെന്ന് നമ്മുടെ ഉറക്കവും ആക്ടിവിറ്റിയും ബേസ് ചെയ്തിട്ട് പറഞ്ഞുതരും. ഇനി നിങ്ങൾ ആപ്പ് തുറന്നാൽ ആദ്യം തന്നെ കാണാൻ പറ്റുക റെഡിനെസ് സ്കോർ. നിങ്ങൾക്ക് ഇന്ന് എത്ര ഉഷാറാണ്, എത്ര റെഡിയാണ് ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നല്ല സ്കോർ കിട്ടിയാൽ നിങ്ങൾ ഭയങ്കര ഉഷാറാണ്, ലോ സ്കോർ ആണെങ്കിൽ നിങ്ങൾ വലിയ ആക്ടിവിറ്റി ഒന്നും ചെയ്യരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ 25,000 രൂപ കൊടുത്തിട്ട് ഇത് പറയേണ്ട ആവശ്യമില്ല. രാവിലെ എണീക്കുമ്പോൾ ഏതൊരു മണ്ടനും മനസ്സിലാവും എത്ര ഉഷാറാണ്, എത്ര പണിയെടുക്കാൻ പറ്റുന്നത്. അതിന് വേണ്ടി ഇത്ര പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ബട്ട് അതൊക്കെ നമുക്ക് സൈഡിൽ വെക്കാം. ഇന്ന് സെപ്റ്റംബർ 18 എന്നോട് പറയുകയാണ് 88 സ്കോർ വരികയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മോശമില്ലാണ്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലീപ്പ് സ്കോറിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഏകദേശം വൈകുന്നേരം രാത്രി ഒന്ന് ചെറുതായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ചെറിയ ടൈം, 8 മണിയും തൊട്ട് മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊതുവെ ഒരു 1-2 മണിക്ക് ഉറങ്ങുന്ന ആളാണ്. 1-2 മണി മുതൽ ഏകദേശം 11 മണി വരെ ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അവേഴ്സ് നോക്കുകയാണെങ്കിൽ 9 hours 51 minutes ഉണ്ട്. ആൻഡ് എൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് 61 BPM ഉണ്ട്. ഇനി ഡേ ടൈം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇതാ, ഞാൻ ബെഡിലെടുക്കുന്ന സമയത്ത് സ്ട്രെസ് ഇല്ല. ഈ സ്ട്രെസ് ഒരു പുതിയ ഫീച്ചറായിട്ട് ഇവർ ആഡ് ചെയ്ത് ഇവർക്ക് സ്ട്രെസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ടൂൾസൊന്നും ഇല്ല കേട്ടോ. ബേസിക്കലി ഇവർ ഹാർട്ട് റേറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ പണിയൊക്കെ എടുക്കുന്നതിനനുസരിച്ച് ഒരു ഗ്രാഫ് വരുന്നു. അതെനിക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. പിന്നെ ആക്ടിവിറ്റി ഗോൾ അത് നമ്മുടെ ആപ്പിൾ വാച്ചിന്നോ അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തതോ വേറെ ഏതെങ്കിലും ആപ്പിൽ നിന്ന് ട്രാക്ക് ചെയ്തിട്ടാണെങ്കിലും ഇത് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആക്റ്റീവ് എത്ര കാലറി ബേൺ ചെയ്തെന്നും കാര്യങ്ങളും എത്ര ആക്റ്റീവ് ഇൻആക്റ്റീവ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഹാർട്ട് റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പൊതുവേ ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല എനർജിയിലൊക്കെ ആയിരിക്കും ക്ലാസ് എടുക്കുക. അപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കും, എന്തെങ്കിലും വർക്കൗട്ട് ചെയ്തോ, എന്തെങ്കിലും ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്തോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ടാഗ് ചെയ്ത് കൊടുക്കണം. ക്ലാസ് എടുക്കാൻ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിർന്ന് ട്രാക്ക് ചെയ്ത് കൊടുക്കണം. ഇനി റെഡിനെസ് സ്കോർ ഞെക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരും. നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഞാൻ പറയും ലുക്സ് ലൈക്ക് സംതിങ് അഫക്റ്റഡ് യുവർ സ്ലീപ്പ് ക്വാളിറ്റി ലാസ്റ്റ് നൈറ്റ് ബട്ട് ഓവറോൾ റെഡിനെസ് സ്കോർ ഇങ്ങനെ പറയും. നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ചെയ്യും, കുറച്ച് ചെയ്യും, മറ്റേപോലെ ചെയ്യും, കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. സ്ലീപ്പിലേക്ക് വരുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ റെസ്റ്റ്ഫുൾനെസ്, കുറച്ചുകൂടി ബേസിക്കലി റെസ്റ്റ് ഒക്കെ വേണം എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ കുറേ ടാബുകളുണ്ട്. നിങ്ങൾ താഴെ നോക്കിയാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇപ്പോൾ റെഡിനെസ്സിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം എൻ്റെ ദിവസങ്ങളിൽ ഇതാ റെഡിനെസ് കൂടുന്നതും കുറയുന്നതും ഗ്രാഫായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇതാ എൻ്റെ കാലണ്ടർ എത്ര ദിവസം ഇട്ടു, ഇതാ ഈ ക്രൗൺ കണ്ടാൽ അന്ന് അടിപൊളിയായിട്ട് എന്തോ ഞാൻ ചെയ്തു, റെഡിനെസ് അടിപൊളിയാണ്, സ്ലീപ്പ് അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ തിരിച്ച് കാലണ്ടറിലേക്ക് വരാം. 18 സെപ്റ്റംബർ നമുക്ക് നോക്കാം. ഓക്കെ, 18 സെപ്റ്റംബറിൽ 17 സെപ്റ്റംബർ. ഓക്കെ, ഇനി അതിൽ റെഡിനെസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കിട്ടും. റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കിട്ടും, ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി. ഇതൊരു നല്ലൊരു മെട്രിക്കാണ്, പൊതുവെ വേറെ എവിടെയും കിട്ടാത്ത. ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഹാർട്ട് റേറ്റ് മാറുന്നതിൻ്റെ ഫ്ലക്ച്വേഷനാണ്. സിമ്പിൾ ടേംസ് പറയുകയാണെങ്കിൽ ബൾജിക്കാർ എന്നെ കമൻറ്റ് സെക്ഷനിൽ ചീത്ത പറയരുത്. പിന്നെ ബോഡി ടെമ്പറേച്ചർ, എൻ്റെ ബേസിൽ നിന്ന് ബോഡി ടെമ്പറേച്ചർ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ. അപ്പോൾ നമുക്കൊരു പനിയൊക്കെ വരികയാണെങ്കിൽ ഒരു ചെറിയ ഇൻഡിക്കേഷനാണ് ഇവിടെ കിട്ടുക. പിന്നെ റെസ്പിറേറ്ററി റേറ്റ് ഇങ്ങനെ ശ്വാസം വലിക്കുന്നത് അതൊക്കെ വിടും. ഇനി ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണ് നമ്മുടെ സ്കോർ കുറയാൻ കാരണം. ഫോർ എക്സാമ്പിൾ റിക്കവറി ഇൻഡെക്സ്. അപ്പോൾ റിക്കവറി ഇൻഡെക്സ് നിൽക്കിയാൽ അത് പറഞ്ഞു തരും. ബേസിക്കലി നമ്മുടെ റിക്കവറി ഹാർട്ട് റേറ്റ് വെച്ചിട്ട് റിക്കവറിയൊക്കെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ബേസിക്കലി കഴിഞ്ഞ ദിവസം എത്ര വർക്കൗട്ട് ചെയ്തു അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ഇനി സ്ലീപ്പ് മോശമാണ് അല്ലെങ്കിൽ സ്ലീപ്പ് ഇടയ്ക്ക് മോശമാണ്, സ്ലീപ്പ് റെഗുലേറ്റിംഗ് കൊടുത്തു. അപ്പോൾ ബേസിക്കലി കുറേ കാര്യങ്ങളൊക്കെ വായിക്കാൻ പറ്റും, നല്ല ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കിട്ടും. ഇനി ഇതേ ദിവസത്തിന് നമുക്ക് സ്ലീപ്പിലേക്ക് പോകാം. താഴെ സെക്ഷൻ ഉണ്ട്. ഈ സ്ലീപ്പിലേക്ക് വരുമ്പോഴാണ് ഞാനൊരു പുതിയ സംഭവം മനസ്സിലാക്കിയത്. ഓക്കെ, ഞാൻ വിചാരിച്ചത് ഞാൻ എപ്പോഴും 8 മണിക്കൂർ ഉറങ്ങും. ഫോർ എക്സാമ്പിൾ 2 മണിക്ക് ഉറങ്ങി 10 മണിക്ക് എണീക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും 8 മണിക്കൂർ സ്ലീപ്പ് കിട്ടി. പക്ഷേ ഈ ആപ്പ് പറയും എന്നോട് ആ ദിവസം 5 മണിക്കൂർ 6 മണിക്കൂർ കിട്ടിയുള്ളൂ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ടൈം ഇൻ ബെഡ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടൈം ഇൻ ബെഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ കിടക്കാൻ തുടങ്ങിയ സമയം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ബെഡിലുള്ള സമയം അതവർക്ക് ഏകദേശം ഹാർട്ട് റേറ്റിൽ നിന്ന് പൊസിഷൻ മനസ്സിലാവും. അതേപോലെ ടോട്ടൽ സ്ലീപ്പും ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സാധാരണ ഒരാൾ 10 മണിക്ക് ബെഡിൽ കയറി കിടക്കും,
ചിലപ്പോൾ ഒരു അരമണിക്കൂർ, ചിലപ്പോൾ ഫോൺ നോക്കും, വായിക്കും, ചിലപ്പം വേറെ എന്തെങ്കിലും ആലോചിച്ചൊക്കെ ഇരിക്കും, ചിലപ്പോൾ 11 മണിയൊക്കെ ആവും പ്രോപ്പറായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ കണക്ക് കൂട്ടാൽ 10 മണിക്ക് ബെഡിൽ കയറി ഇനി എന്തായാലും 6 മണി 7 മണിക്ക് എണീക്കണമല്ലോ, അത് 8-9 മണിക്കൂർ കൂട്ടാൻ പറ്റില്ല. നമ്മൾ പ്രോപ്പർ സ്ലീപ്പ് 8-9 മണിക്കൂർ വേണം. ഓക്കെ, അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി എൻ്റെ സ്ലീപ്പിംഗ് ടൈം കൂട്ടണം, ടൈം ഇൻ ബെഡല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 7 hours 47 minutes ഞാൻ ബെഡിലുണ്ടായിരുന്നു, 6 hours 50 minutes ഉറങ്ങിയിട്ടുള്ളൂ. ഇത് 100% ആക്യുറേറ്റ് അല്ല, അത്യാവശ്യം ആക്യുറേറ്റ് ആണ്. ഇത് പ്രോപ്പറായിട്ട് മെഷറൊക്കെ ചെയ്യണം, കുറേ സെൻസറൊക്കെ വെക്കണം. പക്ഷേ ഓൺലൈനിൽ കൺസ്യൂമർ ഡിവൈസസിൽ നമുക്ക് ഇത് നല്ലതെന്ന് പറയാം. സ്ലീപ്പ് എഫിഷ്യൻസി 88%. ഓക്കെ, ആദ്യം എൻ്റെ വളരെ കുറവായിരുന്നു, പിന്നെ കൂട്ടി വന്നു. റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് നോക്കുക. ഇനി ടോട്ടൽ സ്ലീപ്പ് കുറവാണ്, അതാണ് റെഡ് കളറിൽ കാണിക്കുന്നത്. റെസ്റ്റ്ഫുൾനെസ്, റെസ്റ്റിംഗ് ക്വാളിറ്റി കുറച്ച് കുറവാണ്. റെം സ്ലീപ്പ്. അപ്പോൾ നമ്മുടെ സ്ലീപ്പ് സ്റ്റേജസിലേക്ക് വരികയാണെങ്കിൽ, സ്ലീപ്പിനെ പറ്റി പ്രോപ്പറായി പഠിക്കണമെങ്കിൽ ആ വീഡിയോ കാണാൻ മറക്കരുത്. 10 ടിപ്സ് കൊണ്ട് അടിപൊളി വീഡിയോ ആണ്, അത് പോയി കാണാൻ മറക്കരുത്. ഓക്കെ, ഇനി എൻ്റെ സ്ലീപ്പിൻ്റെ സ്റ്റേജസ്. ഓക്കെ, അപ്പം ഞാൻ ആ വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡീപ്പ് സ്ലീപ്പൊക്കെ അവസാനത്തേക്കാണ് വരിക, നമ്മുടെ രാവിലെ എണീക്കുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ ഡീപ്പ് സ്ലീപ്പ് ആക്ച്വലി കുറവാണ്. ഓക്കെ, എൻ്റെ ഇത് ആക്ച്വലി നല്ലൊരു പാറ്റേൺ അല്ല. വേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. 2 മണിക്ക് ഉറങ്ങി 10 മണി സമയമാകുമ്പോൾ എണീറ്റിട്ടുണ്ട്. റെം സ്ലീപ്പ് കുറവാണ്, ലൈറ്റ് സ്ലീപ്പ് കുറവാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പ് കുറച്ചുകൂടി കൂടണം, അത് മോശമാണ്. അതിവിടെ പറയുന്നുണ്ട്, ഡീപ്പ് സ്ലീപ്പിൻ്റെ ടൈം കുറവാണ്. പിന്നെ അതേപോലെ ടൈമിങ്ങും. ഓക്കെ, ഇവർ പറഞ്ഞുതരും നമ്മളൊരു ലേറ്റ് നൈറ്റ് പേഴ്സൺ ആണോ അല്ലെ ഏർലി ബേർഡ് ആണോ. ഓക്കെ, അപ്പം ഞാൻ പൊതുവേ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് എനിക്ക് വലിയ കുഴപ്പമില്ല, 12 മണി കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ. ചിലപ്പോൾ ആപ്പ് നിങ്ങളോട് പറയും നിങ്ങൾ ചിലപ്പം ഏർലി റൈസറാണ്, കാരണം നിങ്ങളുടെ ഒരു സർക്കേഡിയൻ റിതമുണ്ട്, മനസ്സിലാക്കണം, ആ വീഡിയോ പോയി കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതാണ് ബയസ് ചെയ്തെന്ന് ഇത് പറഞ്ഞുതരും. ഓക്കെ, പക്ഷേ അത് നിങ്ങൾ കുറേ സ്ലീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് സ്ലീപ്പിനെ പറ്റി കുറേ ഡേറ്റ കിട്ടും, കുറേ കാര്യങ്ങൾ കിട്ടും. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് എഫിഷ്യൻസി കൂട്ടാന്ന്. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും, ടാഗൊക്കെ ചെയ്യാൻ പറ്റും, പനി വന്നാൽ എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ ഞാൻ ഇതുകൊണ്ട് ട്രാക്ക് ചെയ്യാറില്ല പൊതുവേ. ഞാൻ വാച്ച് ഇടും, അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രാപ്പ് ഇടയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ തന്നെ ആപ്പിളിൽ കൂടെ ഇത് ഇൻറ്റിഗ്രേറ്റ് ഇതിലേക്ക് വന്നോളും. അല്ലെങ്കിലും ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതെനിക്ക് അത്ര റിലയബിളായി തോന്നിയിട്ടില്ല. എത്ര നടന്നു, എത്ര സ്റ്റെപ്പ് എടുത്തു, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യും. കുറച്ചും കൂടി ആക്ടിവിറ്റി വേണം. ഞാൻ പൊതുവേ ക്ലാസ്സിന് വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി പിന്നെ ഇരുത്താണ്. അപ്പം ഇനാക്ടിവിറ്റി ബെറ്റർ ആക്കണം. ആക്ടിവിറ്റി കൂട്ടണം എന്നാണ് പറയുന്നത്. ഡെയിലി ഗോൾസ് കുറച്ചുകൂടി ബെറ്റർ, ട്രെയിനിങ് വോളിയം കൂട്ടണം എന്നൊക്കെ പറയുന്നത്. ബേസിക്കലി നിങ്ങൾക്കിത് പ്രോപ്പറായി ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി പലരും ആലോചിക്കുന്നുണ്ടാവും, ഇതൊന്നും ഇതിൽ കാണേണ്ട ആവശ്യമില്ലല്ലോ, ക്ഷീണമുണ്ടെങ്കിൽ ക്ഷീണമുണ്ട്, രാവിലെ എണീക്കുമ്പോൾ ഉഷാറാണ്, ഉറങ്ങുന്ന സമയം ക്ലോക്ക് നോക്കിയാൽ മതി. യെസ്, അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങളൊരു പ്രോപ്പറായിട്ടൊരു ബിഗർ പിക്ചർ നോക്കുമ്പോൾ നിങ്ങളുടെ സ്ലീപ്പ് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് അറിയാം, 8 മണിക്കൂർ 9 മണിക്കൂർ ഉറങ്ങണം, നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ല. അതേപോലെ നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മളൊരു സെറ്റ് ചെയ്യുന്ന ഗോളൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഡേറ്റ ഉണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്ന ടൈപ്പ് ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. എനിക്കും അറിയായിരുന്നു 8-9 മണിക്കൂർ ഉറങ്ങണം. പക്ഷേ ഈ റിങ് വാങ്ങിച്ചത് പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് ഡേറ്റ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുമ്പോൾ എനിക്ക് ബെറ്ററായി വരുന്നുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് വരാം. അപ്പം ഇതിൻ്റെ ബാറ്ററി. അപ്പോൾ ബാറ്ററിയിലേക്ക് വരുമ്പം എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞാണ്, ഒരു സ്മാർട്ട് റിംഗ് ആണ്, അടിപൊളി സംഭവമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു സാധനം കൂടി ഇനി ഡെയിലി ചാർജ് ചെയ്യണം, ചാർജറിൽ കണക്ട് ചെയ്യണം, അങ്ങനെ പ്രശ്നങ്ങളുള്ളത്. ശരിയാണ്, ഗുഡ് പോയിന്റ്. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കുഞ്ഞ് ബാറ്ററിയാണ്, കുറച്ച് സെൻസേഴ്സ് ഉള്ളൂ. ഇത് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ഇല്ല, അങ്ങനത്തെ വൈബ്രേഷൻ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചാർജ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ചാർജറുണ്ട്. ഓക്കെ, സി ടൈപ്പിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിന് മേലെ കൊണ്ട് ഇങ്ങനെ വെക്കുക, കറക്റ്റ് അങ്ങ് അലൈൻ ചെയ്ത് വെക്കുക, വയർലെസ് ആയിട്ട് ചാർജ് ചെയ്തോളും. ഇങ്ങനെയാണ് ചാർജ് ചെയ്യുക. ഓക്കെ, ഇതൊരു 2-3 മണിക്കൂർ നിങ്ങൾ വെച്ചാൽ, ഞാൻ പൊതുവേ എന്ത് ചെയ്യും, കുളിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുകയല്ല, ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുന്ന സമയത്ത് ഞാനത് ചാർജ് ചെയ്യാൻ വെക്കും. അപ്പോൾ ഒരു 20-30 മിനിറ്റ്സ് തന്നെ ഫുൾ ചാർജ് ആവും. ആൻഡ് രസകരമായ കാര്യം, ഇത് 5 days അല്ലെങ്കിൽ 6 days വരെ ബാറ്ററി നിൽക്കാറുണ്ട്. ഇനി 6ാമത്തെ ദിവസം ആകുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചാർജ് ചെയ്യാൻ വെക്കണമെന്ന്. വളരെ സിമ്പിളാണ്, വളരെ യൂസ്ഫുൾ ആണ്. ഇനി കുറച്ചും കൂടി ബാറ്ററി ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, 7 ദിവസം അല്ലെങ്കിൽ അത്രയും ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എയർപ്ലെയിൻ മോഡിൽ ഓണാക്കാം. ബേസിക്കലി നമ്മൾ ഈ റിങ്ങിൻ്റെ ബ്ലൂടൂത്ത് ഒന്ന് ഓഫ് ആക്കും. അപ്പോൾ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കണക്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ ചാർജറിൽ ഇട്ടാൽ നിങ്ങൾക്ക് ഇതിന് ബ്ലൂടൂത്ത് ഓണാം, അപ്പോഴേ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ ഇത് ബ്ലൂടൂത്ത് ഓഫ് ആയതുകൊണ്ട് തന്നെ 7 ദിവസം വരെ ഇത് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും, ഇത് നമ്മുടെ ബോട്ടിൻ്റെ ഒരു സ്മാർട്ട് റിംഗ് പോലെയാണോ? അല്ല, ബോട്ടിൻ്റെ സ്മാർട്ട് റിംഗ് ഒരു ബ്ലൂടൂത്ത് കണക്റ്റിംഗ് ഡിവൈസാണ്. അതിലിങ്ങനെ സ്ക്രോളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വലിയ ഫംഗ്ഷനാലിറ്റി ഒന്നുമില്ല. എൻ്റെ വേറൊരു ഫ്രണ്ടിനോട് ഞാൻ എൻ്റെ സ്മാർട്ട് റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് നീ ഇവിടെ നിന്ന് വയ്ക്കുക, നിൻ്റെ ഗേൾ ഫ്രണ്ടിന് അവിടെ നിന്ന് ഇങ്ങനെ ബ്ലിങ്കൊക്കെ കാണും. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ബേസിക്കലി വളരെ മിനിമൽ ഒരു ഹെൽത്ത് കെയർ ഡിവൈസാണ്. ഇത് നിങ്ങളുടെ വിരലിലിരിക്കുന്നു, നിങ്ങൾ ഒന്നും ഇതിനെപ്പറ്റി അറിയുന്നില്ല, ഇത് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നു. ആൻഡ് എനിക്ക് ഇതിനെപ്പറ്റി ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കമ്പയർ ടു ആപ്പിൾ വാച്ച് അല്ലെങ്കിൽ ഒരു വൂപ്പ് സ്ട്രാപ്പ്, ഇത് മിനിമലാണ്. ഇത് ഇടാൻ വളരെ സുഖമാണ്, ഇതിനെപ്പറ്റി നമ്മൾ അറിയുന്നില്ല.
ഇത് ഡിസ്ട്രാക്ട് ചെയ്യില്ല. ഓക്കെ, ആപ്പിൾ വാച്ചിൽ നോട്ടിഫിക്കേഷൻ വരും, ഫോൺ കോൾ വിളിക്കാം, എല്ലാ സംഭവം അതിലുണ്ട്. ഓക്കെ, ഒരു ഫോൺ പോലെ തന്നെയാണ്. വൂഫ് സ്ട്രാപ്പും എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബൈസപ്പിലിടാം, ഡ്രസ്സിലിടാം, അല്ലെങ്കിൽ കയ്യിലിടാം. അതൊരു വലിയൊരു ആക്സസറി പോലെ തന്നെ. ആൻഡ് എല്ലാവരും ചോദിക്കും എന്തിനാ 2 വാച്ച് ഇട്ടേക്കുന്നത്, എന്താ ഈ വാച്ചിൽ ടൈം ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യമില്ല. ആൻഡ് അതൊരു വലിയ സാധനമാണ്, ഉറങ്ങുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ അല്ല. ആൻഡ് ഇതിനൊട്ടും നോട്ടിഫിക്കേഷൻ വരില്ല, ഒട്ടും ഡിസ്ട്രാക്റ്റിംഗ് അല്ല. ആൻഡ് അത് തന്നെ നമുക്കൊരു ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ എന്ത് ഡിവൈസ് വാങ്ങിച്ചാൽ എപ്പോഴും നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്തും ഡിസ്ട്രാക്ഷനൊക്കെ ആയിട്ട് മടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിനിമൽ ഡിസൈനിൽ നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ നിങ്ങളുടെ സ്കോറിൻ്റെ കാര്യം വരും, ചാർജ് ചെയ്യാൻ പറയും, നമുക്ക് ആപ്പിൽ കാണാൻ പറ്റും നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ല എന്ന്. ആൻഡ് ഇത് എല്ലാ ദിവസവും നിങ്ങൾ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല, വല്ലപ്പോഴൊക്കെ എടുത്ത് നോക്കുക, നിങ്ങളുടെ എഫിഷ്യൻസി കൂട്ടാനുള്ള പ്ലാൻ ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ ഡൗൺ സൈഡ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എപ്പോൾ വേണം നിർത്താം, ഒരു പ്രശ്നമില്ല, റിംഗ് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ നിങ്ങൾ റിങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ നിർത്തിയാൽ ഇതൊരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും, നിങ്ങളുടെ ആപ്പ് തുറന്നാൽ ആകെ ഇതേ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ആപ്പ് തുറന്നാൽ 27 രൂപ കൊടുത്ത് റിംഗ് കൊണ്ട് ട്രാക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിക്കും ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആകെ ഇത്രേ കാണിച്ചു തരുള്ളൂ. ഓക്കെ, അപ്പം മെമ്പർഷിപ്പ് അവർ മാക്സിമം നിങ്ങളെ ഊറ്റാൻ നോക്കുന്നതാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ എന്നെ ഇത് പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ നിർത്തും, കാരണം ഇത് എപ്പോഴും ഞാൻ നോക്കാറില്ലാത്തതുകൊണ്ട് തന്നെ. സോ ഓവറോൾ പറയുകയാണെങ്കിൽ എൻ്റെ ഹെൽപ്പിനെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഇടയ്ക്ക് ട്രാക്ക് ചെയ്യാൻ ഡേറ്റ് കിട്ടുന്നത് സന്തോഷമാണ്. പക്ഷേ എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല. ആൻഡ് കമ്പയർ ടു ആൻ ആപ്പിൾ വാച്ച് ആൻഡ് വൂഫ് സ്ട്രാപ്പിനെ റിവ്യൂ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് കുറച്ചുകൂടി മിനിമൽ ആൻഡ് കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓവറോൾ റേറ്റിംഗ് ഞാൻ കൊടുക്കുക 7.5. അതോടെ ഈ വീഡിയോൻ്റെ എൻഡിലേക്ക് വരികയാണ്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടെക് ഡിവൈസസ് ഞാൻ റിവ്യൂ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും പുതിയ ഇമ്പ്രൂവ്മെൻറ്റ്സോ എന്തെങ്കിലും അടിപൊളിയാക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ സജഷൻസും കമൻറ്റ്സിൽ അറിയിക്കുക. ബൈ ആൻഡ് ടേക്ക് കെയർ.